ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന നെക്ലേസ് ആണ്. കാശ് വിത്ത് ഒരു നമ്മുടെ എന്താ ഒരു പാലയ്ക്ക പെറ്റൽ എന്ന് പറയാം. നല്ല രസത്തിൽ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വിത്ത് മജന്റ സ്റ്റോൺസിൽ വന്നേക്കുന്ന നെക്ലേസ് ആണ്. ഈ സിമിലർ ഐറ്റം ഈ അടുത്ത് അനുശ്രീ ഒരു ഇനാഗുറേഷന് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫിലിം സ്റ്റാർ അനുശ്രീ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാം. നല്ല ഭംഗിയായിട്ട്, അതായത് അത്യാവശ്യം അത് കേട്ടോ, അത്യാവശ്യം സൈസ് ഉള്ളത് കൊണ്ടിട്ട് ഇതിൻ്റെ കൂടെ പെയറൊന്നും ചെയ്യണ്ട, ഈ സിംഗിൾ ആയിട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കും ഒരു ഗോൾഡ് ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിൽ വന്നിരിക്കണം. നല്ല ബ്യൂട്ടിഫുൾ നെക്ലേസ്, നല്ല എന്താ പറയുക, നല്ല വർക്കിലാണ് വന്നേക്കുന്നത്, നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള വർക്കിലാണ് വന്നേക്കുന്നത്. ഇതിനോട് സിമിലറായിട്ട് ബെഡായി ആരി ഉണ്ടല്ലോ, ഒരു നെക്ലേസ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മൾട്ടിപ്പിൾ ഷേപ്പൊക്കെ ആയിട്ടുള്ള. അതിന് ഏകദേശം സിമിലറാണ്, സെയിം അല്ല, സിമിലറാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിരിക്കും ഇത്, കാരണം റൗണ്ട് ഷേപ്പായത് കാരണം തട്ടത്തൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയിൽ എന്താ പറയുക, നമുക്ക് ഹാഫ് സാരിയുടെ കൂടെയോ സാരിയുടെ ഒക്കെ കൂടെ വിയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയിലുള്ളൊരു നെക്ലേസ് ഉണ്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് കൂടി കാണിച്ചു തരാം. നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന വർക്കാണ്. നല്ലൊരു മജൻറ്റ സ്റ്റോൺസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോട്ടസ് ബാംഗിൾസ് ആണ്. ലോട്ടസ് ബാംഗിൾസ് ഇപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ളത് കണ്ടു കാണും. പല ടൈപ്പിലുള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ ഇത് കണ്ടോ, നല്ല ഫിനിഷിങ് പറഞ്ഞ ഐഡലോട് കൂടിയുള്ള ഒരു റെഡ് ആൻഡ് ഗ്രീൻ ലോട്ടസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ആണോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഫിനിഷിങ്ങിൽ വന്നേക്കുക. ഈ വർക്ക് തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ്. നല്ല ഭംഗിയാണ്. പെയറായിട്ടാണ് വരുന്നത്. ഈ സെയിം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ സിമിലർ ഡിസൈന് എന്താ പറയുക, മൾട്ടിപ്പിൾ ക്വാളിറ്റിയിൽ, അതായത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഐഡൽസൊക്കെ വന്നേക്കുന്നത്. പക്ഷേ അല്ലാതെ ലോ ക്വാളിറ്റിയുടെയും ഇറങ്ങാറുണ്ട്. സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്പെഷ്യലി നിങ്ങൾ ഈ മീഷോയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ക്വാളിറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഭയങ്കര ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആയിരിക്കും. സിംഗിൾ ടൈം യൂസേഴ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ ഇത് വേണ്ടാന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മീഷോ എന്നൊക്കെ പർച്ചേസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ കുറച്ച് ഇപ്പം ചിലർക്കുണ്ടാവില്ല, ചില ഓർണമെൻറ്റ്സിനോടൊക്കെ ഭയങ്കര ഇത്തിരി അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാൾ, ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷനൊന്നുമല്ല ഇത് വെച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. കാരണം എൻ്റെ കയ്യിലൊരു 8-9 വർഷത്തിന് മുമ്പിലുള്ള ഫാൻസി ഓർണമെൻറ്റ്സ് വരെ ഇപ്പോഴും ഇരിപ്പുണ്ട്. നല്ല ക്വാളിറ്റി, ഒരു പ്രശ്നമില്ലാത്ത നല്ല ഭംഗിയിലുള്ളത് ഇപ്പോഴും ഇരിപ്പുണ്ട്. നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ലോങ് ലാസ്റ്റിങ് കിട്ടുള്ളൂ നിങ്ങൾക്ക്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിമിലറായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഐഡലിൻ്റെയൊക്കെ ആ ഒരു പെർഫെക്ഷൻ നോക്കൂ, നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത്. അടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു AD സ്റ്റോൺ നെക്ലേസ് സെറ്റാണ് വന്നേക്കുന്നത്. ഇതൊരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ പറയാം. ഈ അടുത്തേ ആക്ട്രസ് ഉമാ നായരല്ലേ, സീരിയൽ ആക്ട്രസ്, അവരുടെ മോളുടെ കല്യാണത്തിന് ഫസ്റ്റ് ഇട്ടത് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു നെക്ക് പീസായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഡയമണ്ട് അല്ലാന്നൊന്നും പറയില്ല. ഞാൻ വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാമേ. ഏകദേശം സിമിലറായിട്ട് വേറൊരു എഡി നെക്ലേസ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ശ്രീലീല ഒരു ഇനാഗുറേഷൻ ഇട്ടതാണ്. അവരിട്ട അന്ന് കമ്മലും മറ്റലും എല്ലാം ഫുൾ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവരൊക്കെ ഇടാൻ നേരത്ത് നമ്മളാദ്യം എന്താ വിചാരിക്കണേ, ഇതൊക്കെ ഡയമണ്ട് ആയിരിക്കും എന്നുണ്ട്. പക്ഷേ ഇത് ഡയമണ്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ സെയിം ഫാൻസി ജ്വല്ലറി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണേ. ഗോൾഡിനൊക്കെ എന്നാ റേറ്റാണ്. അത് ഒരു പ്രാവശ്യം ഇട്ടതൊക്കെ പിന്നീടും സെയിം ഇനാഗുറേഷനൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരും സെലക്ട് ചെയ്യുന്നത് എന്താണ്, ഇതേമാതിരി ഫാൻസി സാധനങ്ങൾ. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഡയമണ്ടിൻ്റെ ലുക്കും കിട്ടും, എന്നാൽ വലിയ കോസ്റ്റും ഇല്ല.
കണ്ടോ നല്ല, അല്ലെങ്കിലും വെയർ ചെയ്യാതൊരു ഭംഗിയല്ലേ കാര്യം, അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും അതിൻ്റെ റേറ്റ് ചോദിച്ചു വരുമോ? ഇല്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ഇയറിങ്സ് ആയിട്ട് പറയണത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ടോപ്സ് എന്ന് പറയാൻ പറ്റില്ല. അടിയിൽ അതിൻ്റെ സിമിലർ, എന്താ പറയുക, സിമിലർ അല്ല, സെയിം നെക്ലേസിൻ്റെ ഡിസൈനുള്ള ഹാങ്ങിങ്ങുമായിട്ട് വന്നേക്കണേ. നല്ലൊരു ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയാണ്. പിള്ളേർക്ക് വേണമെങ്കിലും ഇടാം. നല്ല ഭംഗിയായിട്ട് ഗോൾഡ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു സെറ്റിൻ്റെ പട്ടുപാവാട ബ്ലൗസോ ഹാഫ് സാരിയുടെയൊക്കെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതായത് പെയർ ചെയ്തിടുന്ന മാലകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫസ്റ്റ് മാലയായിട്ടൊക്കെ ഇടാൻ വേണ്ടി നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇത്. വളരെ ക്യൂട്ടായിട്ട് വന്നേക്കുന്ന ഒരു ലക്ഷ്മി നെക്ലേസ് ആണ്. നല്ല ഭംഗിയിലാണ് വന്നേക്കണത്. നല്ല എഡി സ്റ്റോൺസ് ഒക്കെ ആയിട്ട് ലക്ഷ്മി ഐഡലോടുകൂടി ഗ്രീൻ ആൻഡ് മജൻറ്റ സ്റ്റോൺസും അതിൻ്റെ അടിയിൽ പേള ഹാങ്ങിങ്സൊക്കെ ആയിട്ട് വന്നേക്കുന്ന വളരെ ക്യൂട്ടായിട്ട്, എന്നാൽ അത്ര ഹെവിയൊന്നും അല്ല. നല്ല ഭംഗിയിൽ നല്ല ചെറിയ പിള്ളേർക്ക് വേണേലോ അല്ലെങ്കിൽ നമുക്കാണേലും ഇപ്പം ഈവൻ ചുരിദാറിൻ്റെ കൂടെ തന്നെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു സെറ്റാണ് ഇത്. നല്ല സിമ്പിളാണ്, നല്ല ആൻറ്റിക് ഫിനിഷിലാണ് വന്നേക്കണത്. കളർ ഗ്യാരൻറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കളറൊന്നും പോകത്തൊന്നുമില്ല. മീൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി വെള്ളത്തിലൊന്നും ഇട്ട് യൂസ് ചെയ്യരുത്. അല്ലാതെ നമ്മളിപ്പം എന്താ സ്വെറ്റ് ചെയ്തെന്ന് വെച്ചൊന്നും ഈ കളറൊന്നും പോകത്തൊന്നുമില്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ജ്വല്ലറിയാണ് കേട്ടോ. നമ്മളിത് ഈ സെയിം അല്ല, പക്ഷേ ഇതിൻ്റെ സിമിലർ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്ത് നോക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യുന്നതിനും അതിൻ്റെ ക്വാളിറ്റി ഒന്ന് അഷ്വർ ചെയ്യണം നല്ലതായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ സിമിലർ പീസ് വാങ്ങിച്ചിട്ട്, എല്ലാത്തിൻ്റെയും ഒന്നും പറ്റില്ലല്ലോ, എന്നാലും നമ്മൾ ഇപ്പോൾ ബ്രാൻഡുകളുടെ സിമിലർ ആയിട്ടുള്ള സാധനം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സെല്ല് ചെയ്യണം കേട്ടോ. മീൻസ് ഈ ഐറ്റം അല്ല, ഈ സെയിം പീസ് യൂസ് ചെയ്തെന്നല്ല കേട്ടോ പറയണത്. ഇതിൻ്റെ സിമിലർ ഐറ്റം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ടാണ് കേട്ടോ സെല്ല് ചെയ്യണത്. അതുകൊണ്ടിട്ടാണ് ഇത്ര ഉറപ്പിൽ പറയണത്. ഇത് നല്ല ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയാണ്. കളർ പോവില്ല, കളർ നല്ല ഗ്യാരണ്ടിയാണ്. നിങ്ങളിത് നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾക്ക് ഈ സെയിം പീസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും ഭംഗിയായിട്ട് വരണ നല്ലൊരു പെൻഡൻ്റായിട്ട് വരണ നല്ല ഭംഗിയുള്ളൊരു നെക്ലേസാണ്. ഇതിൻ്റെ ഇയറിങ്സ് ഉണ്ട്, ജുംക്കയാണ് വരണത്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള 2 ഗ്രീൻ ആൻഡ് പിങ്ക് 3 സ്റ്റോണും വരണുണ്ട് കേട്ടോ. വൈറ്റ് എഡി സ്റ്റോണും വരണുണ്ട്, ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോണിൽ വരണ വിത്ത് പേള ഹാങ്ങിങ്സോട് കൂടി വരുന്നത് നല്ല ക്യൂട്ട് ജുംക്കയാണ് അതിൻ്റെ ഇയറിംഗ് ആയിട്ട് വരണത്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ. സിമ്പിളാണ്, എലഗൻ്റാണ്. നിങ്ങൾക്കിപ്പോൾ വേറെ എന്താ പറയുക, നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ മാലകൾ ഇടാറില്ലേ, അപ്പോൾ അതിലൊക്കെ ആയിട്ട് ഫസ്റ്റ് മാലയായിട്ട് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ജ്വല്ലറിയാണ് കേട്ടോ അത്. ഞാൻ ഈ വീഡിയോ തനിയെ എടുക്കുന്നതുകൊണ്ടേ എൻ്റെ ഐ കോണ്ടാക്റ്റ് ശരിയാവണില്ലേ. എന്നാലും ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ നിങ്ങളെ. ഇതേ ഇതാണ് നമ്മുടെ അടുത്ത ജ്വല്ലറി. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് വന്നേക്കണ ഒരു എലിഫൻറ്റ് പെൻഡൻറ്റോട് കൂടിയുള്ള നല്ല കുഞ്ഞൊരു ജ്വല്ലറി. കിഡ്സിനൊക്കെ നല്ല ബെസ്റ്റ് ജ്വല്ലറിയാണ്. കാരണം ലൈറ്റ് വെയ്റ്റ് ആണ്, ആൻറ്റി ടാർണിഷ് ആണ്, കളറൊന്നും പോകില്ല. നല്ല ഭംഗിയിൽ വിത്ത് എഡി സ്റ്റോൺസോട് കൂടി വന്നേക്കണ ഒരു എലിഫൻറ്റ് പെൻഡൻറ്റോട് കൂടിയുള്ള ക്യൂട്ട് ജ്വല്ലറിയാണ്. ഇതിൻ്റെ ഇയറിങ്സ് എന്ന് പറയണതും നല്ല ഭംഗിയിൽ വന്നേക്കണ ടോപ്സ് ആണ് കേട്ടോ. അതെ, കാണാൻ പറ്റുന്നുണ്ടോ? കേട്ടോ, ഞാൻ ഇത് ചെയ്തോട്ടെ. ആണോ, നല്ല ഭംഗിയിൽ വന്നേക്കണ ടോപ്സാണ് കേട്ടോ. നല്ല നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടോ. കിഡ്സിനൊക്കെ നല്ല പറ്റിയ ജ്വല്ലറിയാണ്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടേ അവർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണൂല. അടുത്തതേ നല്ല മാംഗോ എന്താ പറയുക, മാംഗോ പെൻഡൻറ്റോട് കൂടി വരുന്ന പിങ്ക് സ്റ്റോൺ ലെയർ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. ഐ തിങ്ക് ഈ നെക്ലേസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്. നല്ല ആക്ച്വലി 1 ഇയർ ആയിട്ട്, ലാസ്റ്റ് ഇയർ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഇയറും ഒട്ടും മോശമില്ലാത്ത നല്ല ഇതായിട്ട് പോകുന്നൊരു ജ്വല്ലറിയാണ് കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് പ്ലേറ്ററിൽ വരുന്ന മാങ്ങാമാലയില്ലേ, അതിൻ്റെ ഒരു സിമിലർ ഡിസൈനാണ്, പക്ഷേ അത്രയും റേറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് അഫോർഡബിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഇപ്പോൾ പെയറൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നെക്ലേസ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുക നല്ല ഭംഗിയുള്ള ജ്വല്ലറിയാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് പറഞ്ഞേക്കണം കണ്ടോ. മാംഗോ പെൻഡൻറ്റും മീൻസ് ഈ മാംഗോ പെറ്റൽസും അതിൻ്റെ മുകളിലൊരു സ്റ്റോണിൻ്റെ ലെയറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ലേസ്. ചെറിയ പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് ഈ ചെറിയ ടോപ്സാണ് കേട്ടോ അതിൻ്റെ പെയറി ആയിട്ട് വരണേ. ജുംക്ക അല്ല, നല്ലൊരു ചെറിയൊരു ക്യൂട്ട് ടോപ്സാണേ.
കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, കിഡ്സിനൊക്കെ നല്ല പറ്റിയതാണ്. നമ്മളിപ്പം കിഡ്സിനൊക്കെ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള സമയമല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ജ്വല്ലറി ഇട്ടിട്ട്, ഇപ്പോൾ പട്ടോടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കൊച്ചു പിള്ളേരെ കാണാൻ. നമ്മുടെ സൂപ്പർ ക്യൂട്ട് നെക്ലേസ് സീരീസിലെ അടുത്ത നെക്ലേസ് ആണ് കേട്ടോ. അതേ കാണാൻ പറ്റുന്നുണ്ടോ, നല്ല ഭംഗിയിൽ വന്നേക്കണേ. നല്ല ഭംഗിയിൽ വന്നേക്കണ ഒരു ആൻറ്റിക് ഫിനിഷിൽ വന്നേക്കണ നെക്ലേസ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് ഫസ്റ്റ് പെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കുറച്ച് 2-3 മാലയൊക്കെ ഇടുവാണെങ്കിൽ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നേക്കണ ഒരു നെക്ലേസ് ആണ്. അതിൻ്റെ ബാക്ക് ചെയ്തത് കണ്ടോ, ഡോറിയല്ല, ബാക്ക് ചെയിനാണ് വന്നേക്കുന്നത്. ആൻറ്റിക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. എന്താ പറയുക, പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറയണ പോലെ ഇതിൻ്റെ കളറൊന്നും പോകില്ല. നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കണ ഇതാണ്. ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത് ഈ സെയിം പെറ്റലിൽ വന്നേക്കണ ടോപ്സ് ആണ് കേട്ടോ ഇയറിങ്സ് ആയിട്ട് വരുന്നത്. കാണിച്ചാൽ ഇതാണ് നമ്മുടെ ടോപ്സ് ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. കണ്ടോ, നല്ല ഇതായിട്ട് വരണേ, നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കണതാണ്. നമ്മുടെ തലൈവൻ തലവി സിനിമ ഇറങ്ങിയില്ലേ ഈ അടുത്ത്, ആര്യ നിത്യ മേനോൻ്റെയും വിജയ് സേതുപതിയുടെയും, അതിൻ്റെ അകത്ത് നിത്യ മേനോൻ ഇട്ടേക്കുന്ന നെക്ലേസ് ആണ് ഇത്. കണ്ടോ, നല്ല ഭംഗിയിൽ വരണേ, നല്ല ഫിനിഷിങ്ങിൽ വരണേ. കണ്ടോ, ആ സെയിം നെക്ലേസ് തന്നെയാണ്, മൾട്ടി കളറിലാണ് വന്നേക്കണേ. പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോണിൽ താഴത്തെ പേൾ ഹാങ്ങിങ്സ് ഉണ്ട്. കണ്ടോ, പെൻഡൻറ്റിൽ നല്ല ഭംഗിയിൽ വന്നേക്കണ ഒരു നെക്ലേസ് ആണ്. ഇതൊരു ട്രഡീഷണൽ ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ, സെക്കൻഡേ, നല്ല ഭംഗിയിൽ വന്നേക്കണ ഒരു നെക്ലേസ് ആണ്. ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലെ അതിൻ്റെ ഇയറിങ്സ് എന്ന് പറയുന്നത് ഈ പെൻഡൻറ്റിൻ്റെ സെയിം ഷേപ്പാണ് കേട്ടോ. അതുപോലെ കാണിച്ചു തരാം. കണ്ടോ, ആ പെൻഡൻറ്റിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് നമ്മുടെ ഇയറിങ്സ് വരണത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. എന്താ പറയുക, നമ്മുടെ ഏത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് പോകണതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഇത് സാരി അല്ലെങ്കിൽ ഏത് പട്ടോട്ട ബ്ലൗസ് ഏത് ട്രഡീഷണൽ ഇതിൻ്റെ കൂടെയാണ് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു നെക്ലേസ് ആണ്. ആൻറ്റിക് ഫിനിഷിലാണ് വന്നേക്കുന്നത്, കളർ പോകില്ല, നല്ല കളർ ഗ്യാരൻറ്റി ഉണ്ട്. നല്ല പേൾസൊക്കെയാണ് ഹാങ്ങിങ്സ് വന്നേക്കണേ. കണ്ടോ, നല്ല ഭംഗിയിലാണ് വന്നേക്കണത്. അടുത്തതെന്ന് പറയണതേ ഇത് കണ്ടോ, നല്ലൊരു AD സ്റ്റോൺ നെക്ലേസ് ആണ്. വിത്ത് റൂബി സ്റ്റോൺ എന്ന് പറയാൻ പറ്റില്ല, റെഡ് സ്റ്റോൺ ആണ് വന്നേക്കണേ. ഒരു മെറൂണിഷ് റെഡ് കളറിലെ സ്റ്റോൺസ് ആണ് വന്നേക്കണേ. നല്ല ഭംഗിയിൽ വന്നേക്കണേ. ഒരു ശരിക്കും ഒരു ഡയമണ്ട് റെപ്ലിക്ക തന്നെയാണ് കേട്ടോ ഈ നെക്ലേസ്. നമ്മുടെ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മുടെ മറ്റേ ടൈപ്പ് ജ്വല്ലറീസൊക്കെ എടുക്കുകയാണെങ്കിലേ, അതായത് നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് ജ്വല്ലറീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫാൻസി സാരീൻ്റെയൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഗൗൺസിൻ്റെയൊക്കെ കൂടെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പക്ഷേ ഈ AD ജ്വല്ലറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. വേണമെങ്കിൽ പട്ടോടെ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യാം, സാരിയുടെ കൂടെ വെയർ ചെയ്യാം, ഗൗണിൻ്റെ കൂടെ വെയർ ചെയ്യാം. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. നല്ല അമേരിക്കൻ AD എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റോൺസ് ആണേ. അമേരിക്കൻ സ്റ്റോൺസ് അല്ല, അമേരിക്കൻ ഡയമണ്ട്സ്. അതിൽ വന്നേക്കണേ നല്ല ഭംഗി, നല്ല സ്റ്റോൺസിൽ വന്നേക്കണേ. വിത്ത് ഒരു വലിയൊരു മെറൂണിഷ് CS സ്റ്റോണാണ് വന്നേക്കണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് അല്ല, സ്റ്റോണാണ് കേട്ടോ. അതിൻ്റെതായ എല്ലാ ഭംഗിയുണ്ട് ഈ ജ്വല്ലറിക്ക്. നല്ലൊരു നെക്ലേസേ. ഇതിൻ്റെ ഇയറിങ്സ് വന്നേക്കണേ ഈ ഒരു പെൻഡൻറ്റിൻ്റെ സെയിം ഇതാണേ. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ആ നെക്ലേസിൻ്റെ അതേ ഇതായിട്ടുള്ള നല്ല ക്യൂട്ട് നല്ലൊരു ക്യൂട്ട് ഇതാണ് വന്നേക്കണേ. ടോപ്സ് അല്ല, കുറച്ച് ഹാങ്ങിങ്ങോട് കൂടിയ സെയിം ഡിസൈനിലാണ് വന്നേക്കണേ. നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സ് ആണ് കേട്ടോ ഇത്.